സന്തോഷമാണ്. അപ്പോൾ പൂങ്കുന്നം ഡിവിഷനിലാണ് ഒരുപാട് വോട്ട് നമ്മൾ ഇടത് വലത് കക്ഷികളെ ഒരുപാട് പിന്നിലാക്കിയിട്ടുള്ള ഈ കേന്ദ്രമന്ത്രി എന്ന് പറയുന്നത് വലിയ ഒരു ഉത്തരവാദിത്തമാണ് ശരിക്കും. പിന്നെ അത് അദ്ദേഹത്തിന് നന്നായി നിർവഹിക്കാൻ പറ്റുമെന്ന് നമുക്ക് ഉറപ്പുണ്ട്. കാരണം അദ്ദേഹത്തിന് തൃശ്ശൂരിന്റെ വികസനത്തെ കുറിച്ച് വ്യക്തമായിട്ടുള്ള പ്ലാൻ ഉണ്ട്. ആ പ്ലാൻ അനുസരിച്ച് അദ്ദേഹം അത് കൃത്യമായി ചെയ്യുമെന്ന് ജനങ്ങൾക്ക് ഉറപ്പുണ്ട്. അപ്പൊ തൃശ്ശൂർ വലിയ വലിയ ഓഫറുകളാണ് വെച്ചിരിക്കുന്നത്, വലിയ പദ്ധതികളുണ്ട്, അതൊക്കെ നടപ്പാക്കുക എന്നുള്ളത് വലിയൊരു. തീർച്ചയായും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തായാലും നടപ്പാക്കും. തൃശ്ശൂർ എടുക്കുമെന്ന് പറഞ്ഞു എടുത്തു. അപ്പോൾ പിന്നെ തൃശ്ശൂരിന്റെ വികസനത്തിന് വേണ്ടിയുള്ളത് അദ്ദേഹം തീർച്ചയായും ചെയ്തിരിക്കും. തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു, ഇപ്പൊ കേന്ദ്രമന്ത്രിയാവുന്നു. നിങ്ങളൊക്കെ ഒരുപാട് പ്രവർത്തിച്ചതാണ്, എന്ത് തോന്നുന്നു? വളരെ അഭിമാനം തോന്നുന്നു. ആദ്യം തന്നെ ഞങ്ങളുടെ ഒരുപാട് പേരുടെ കഷ്ടപ്പാടിന്റെ ഫലമാണ് അദ്ദേഹത്തിന്റെ വിജയം എന്ന് പറയുന്നത്. വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി വിജയിച്ചിരിക്കുകയാണ്. അതിന്റെ ആഘോഷങ്ങൾ ഞങ്ങളിപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാലേ സൂപ്പറായി. സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാവണം. ഇപ്പൊ ഈ ഒരുപാട് പദ്ധതികളൊക്കെ തൃശ്ശൂർ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ പൂർണ്ണമായിട്ട് നടത്താൻ കഴിയുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം അദ്ദേഹം വാക്ക് പറഞ്ഞാൽ അത് പ്രവൃത്തിയിൽ കാണിക്കുന്ന ആളാണ്. വെറുതെ ഇലക്ഷൻ വാഗ്ദാനം സ്റ്റണ്ടല്ല. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ കേരളത്തിൽ നിന്ന് എടുത്തു പറയാൻ അവിടെ ഒരാളില്ലായിരുന്നല്ലോ ഇതുവരെ. അപ്പോൾ ഇത് നമ്മുടെ കേരളത്തിനെ പറ്റി എല്ലാം അറിയുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം അത് അവിടെ അവതരിപ്പിക്കും. മാക്സിമം നമ്മൾക്ക് കേരളത്തിന്റെ ഉന്നമനത്തിനും പുരോഗതിക്കും വേണ്ടി വികസനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം പ്രവർത്തിക്കും. കുറെ ഒരു 1-2 മാസം ചേച്ചി ഇവിടെ 1-2 മാസം വലിയ രീതിയിൽ പ്രവർത്തിച്ചു. ഇപ്പോൾ അപ്രതീക്ഷിതമായി ഒരുപാട് കഴിഞ്ഞ 2 തവണ പരാജയപ്പെട്ടു. നിയമസഭയിൽ പരാജയപ്പെട്ടു, ലോക്സഭയിൽ പരാജയപ്പെട്ടു. വീണ്ടും ഈ 5 വർഷം അദ്ദേഹം ഇവിടെ നിന്ന് പ്രവർത്തിച്ചപ്പോൾ നിങ്ങൾക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു? അദ്ദേഹം ഇവിടെ തോറ്റുപോയിട്ട് അധികം തൃശ്ശൂരിന് വേണ്ടിയിട്ടാണല്ലോ കഷ്ടപ്പെട്ടിരുന്നത്. തോറ്റാലും അധികം തൃശ്ശൂരിനെ നെഞ്ചിലേറ്റി തന്നെയാണ് കൊണ്ടു നടന്നിരുന്നത്. ഇനിയും ഈ 5 വർഷക്കാലം അദ്ദേഹം നെഞ്ചിലേറ്റി കൊണ്ടു നടക്കും. നിങ്ങൾ ഇപ്പോൾ സ്ത്രീകൾക്ക് വേണ്ടി ഒരുപാട് പദ്ധതികളൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പല വേദികളും പറയുന്നുണ്ട് സ്ത്രീ വോട്ടർമാരാണ് അദ്ദേഹത്തെ വിജയിപ്പിച്ചത്. എന്താണ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നത്? അതായത് സ്ത്രീകൾ എന്ന രീതിയിൽ നിങ്ങൾ പ്രിഫർ ചെയ്യുന്നത് എന്താണ്? സുരേഷ് ഗോപി എന്തൊക്കെയാ പറഞ്ഞിരിക്കണമെന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞ എല്ലാ കാര്യങ്ങളും അദ്ദേഹം നടപ്പാക്കും. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് വേണ്ടി പല കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതിന് ആള് എന്തായാലും ആ കാര്യങ്ങളൊക്കെ നടത്താൻ അദ്ദേഹത്തിന് ഈശ്വരൻ ആയുസ്സും ആരോഗ്യം വാരിക്കോരി കൊടുക്കട്ടെ. അദ്ദേഹത്തിന് ജഗദീശ്വരൻ അനുഗ്രഹിക്കണം. നിങ്ങൾ പ്രിഫർ ചെയ്യുന്ന പ്രൊജക്ട് എന്താണ്? പ്രോജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ കുട്ടികളുടെ ഉച്ചഭക്ഷണത്തിന്റെ കാര്യത്തിൽ നിന്ന് ഗവൺമെന്റ് കറക്റ്റായിട്ട് ഇതാവില്ല. അതിലൊരു ശ്രദ്ധ അദ്ദേഹം കൊണ്ടുവരണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. പിന്നെ ഞങ്ങളുടെ ആഘോഷം ഇപ്പോൾ 4-ാം തീയതി റിസൾട്ട് പറഞ്ഞിട്ട് ഇപ്പം 5 ദിവസമായി. ഞങ്ങൾ 5 വർഷവും ആഘോഷിക്കാനുള്ള തീരുമാനത്തിലാണ്. ഏതായാലും വലിയ ആവേശത്തിൽ തന്നെയാണ് ഇവിടെ മുൻ കൗൺസിലർ രാവണേട്ട. സുരേഷ് ഗോപി ജയിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല കേന്ദ്രമന്ത്രി ആവുന്നു. എത്രമാത്രം പ്രതീക്ഷയുണ്ട്? പ്രതീക്ഷ ഇതിന് മുമ്പ് തന്നെ ഇവിടുത്തെ MP ആയിരിക്കുമ്പോൾ തന്നെ നമുക്ക് പ്രതീക്ഷ അറിയാലോ. പിന്നെ ഒരു മന്ത്രി ആയാൽ ഇതിൻ്റെ പ്രതീക്ഷ പറയാനുണ്ടോ? അങ്ങേറ്റം ജനങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ ഇതിനു മുമ്പ് തയ്യാറായിട്ടുള്ള ആളാണ്. അതുകൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കാം. നമ്മൾ തൃശ്ശൂർ എടുക്കാമെന്നാണ് പറഞ്ഞേക്കണേ. എടുത്തു കഴിഞ്ഞു. നല്ല രീതിയിൽ തന്നെ പ്രവർത്തിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സത്യത്തിൽ സുരേഷ് ഗോപി ഇവിടെ തിരഞ്ഞെടുപ്പ് മത്സരിക്കും MP ആകുമ്പോൾ തന്നെ ആളുകളുടെ പ്രതീക്ഷ അതിൻ്റെ വാനോളമാണെന്നതാണ് സത്യം. അത്തരത്തിലുള്ള പ്രതികരണമാണ് ഇവിടെ ആളുകൾ പറയുന്നത്. കാരണം അദ്ദേഹം മുൻകാലങ്ങളിൽ നടത്തിയ പ്രവർത്തനങ്ങൾ, അതോടൊപ്പം തന്നെ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന പദ്ധതികൾ, ഇതെല്ലാം വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് തൃശ്ശൂരിലെ, പ്രത്യേകിച്ച് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലെ ആളുകൾ കാണുന്നത്. വളരെയധികം ആവേശത്തോടുകൂടി തൃശ്ശൂരിൽ വൻ ഭൂരിപക്ഷത്തോടുകൂടി സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചു. ആ വിജയിപ്പിച്ചതിൻ്റെ അതേ ആവേശം അദ്ദേഹത്തിൻ്റെ തുടർ പ്രവർത്തനങ്ങളിൽ ഉണ്ടാകുമെന്ന് ഉറച്ചു വിശ്വസിക്കുകയാണ് BJP പ്രവർത്തകർ. ഏതായാലും ഇന്ന് കേന്ദ്രമന്ത്രിയാകുന്നു. അതിനുശേഷം സ്ഥാനമേറ്റെടുത്ത ശേഷം എത്രയും പെട്ടെന്ന് ഇവിടെ എത്തുമെന്നും തൃശ്ശൂരിൽ അദ്ദേഹം പ്രഖ്യാപിച്ച പദ്ധതികൾ ഒന്നൊന്നായി നടപ്പാക്കുമെന്ന ഉറച്ച ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഇപ്പോഴും BJP പ്രവർത്തകർ. ഇവരുടെ ആഘോഷം തുടരുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. ഇത്തരത്തിൽ വിവിധ മേഖലകളിൽ ഓരോ വാർഡ് തിരിച്ചും അതുപോലെ തന്നെ മണ്ഡലം തിരിച്ചുമൊക്കെ തൃശ്ശൂരിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിലും ഇപ്പോൾ ആഘോഷ പരിപാടികൾ അരങ്ങ് തകർക്കുകയാണ്.